കാര്യം ചോദിക്കട്ടെ. പ്രശാന്തിനെ സഹായിക്കാൻ ആരുമില്ലെങ്കിൽ ശ്രീ മലയാളപ്പുഴ മോഹനൻ, കുറച്ച് പിന്നിലേക്ക് പോകാം. ഒക്ടോബർ 10-ാം തീയതി ഡേറ്റ് ഇട്ടുകൊണ്ടുള്ള ഒരു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടിയെന്ന രീതിയിൽ ഈ നവീൻ ബാബു മരിച്ചു കിടക്കുന്ന 15-ാം തീയതി തന്നെ പ്രചരിച്ചിരുന്നല്ലോ. ആ കത്തിനെ കുറിച്ചൊരു അന്വേഷണം എന്തുകൊണ്ട് നടന്നില്ല? പാർട്ടി അതും ആവശ്യപ്പെടണ്ടേ? ടി വി പ്രശാന്തൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയെന്ന് പറയുന്ന ആ കത്ത് ബന്ധപ്പെട്ട ഒരു രജിസ്ട്രിയിലുമില്ല, ഒരിടത്തും അക്കൗണ്ട് ചെയ്യപ്പെടാത്ത ആ ഒരു കത്ത്, ആ വ്യാജ കത്തിന്മേൽ അന്വേഷണം എന്തുകൊണ്ട് നടക്കുന്നില്ല? പല കാര്യങ്ങളിലും ഒളിച്ചുകളിയുണ്ട്. ടി വി പ്രശാന്തനെ ചോദ്യം ചെയ്യുന്നില്ല, ടി വി പ്രശാന്തന്റെ CDR പരിശോധിക്കുന്നില്ല. ടി വി പ്രശാന്തനും PP ദിവ്യയും തമ്മിൽ നടന്ന സംഭാഷണമല്ലാതെ മറ്റാരെയൊക്കെ ടി വി പ്രശാന്തൻ ബന്ധപ്പെട്ടിട്ടുണ്ട്? ഇതിലൊരു ആസൂത്രിത ഗൂഢാലോചനയാണ് ആ കുടുംബം സംശയിക്കുന്നത്. അങ്ങേക്കും ഇതൊക്കെ വ്യക്തമായ കാര്യമാണെന്ന് എനിക്കറിയാം. പാർട്ടി അച്ചടക്കം പാലിച്ചുകൊണ്ടാണ് അങ്ങിപ്പോൾ മറുപടി പറയുന്നതെന്നും വ്യക്തമായി തന്നെ അറിഞ്ഞുകൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്. അല്ല അതല്ല ദിവസം യഥാർത്ഥത്തിൽ ഈ കത്ത് നിങ്ങൾ പുസ്തകപ്പെടി സന്ദർഭത്തിൽ തന്നെ ഞാനിത് അഭിപ്രായം പറഞ്ഞത്, ഈ കത്ത് നവീൻ ബാബു ഇവൻ്റെ കത്തല്ല, പ്രശാന്തിൻ്റെ കത്തല്ല, പ്രശാന്ത് എഴുതി തയ്യാറാക്കിയ കത്തല്ല, അത് വ്യാജ കത്താണ്. അത് മരണത്തിന് ശേഷമാണ് ഈ കത്ത് നിർമ്മിക്കപ്പെട്ടതെന്ന് ഞാൻ അന്ന് നടക്കുന്നില്ലല്ലോ. അത് അന്വേഷിക്കേണ്ട ഇതുവരെ SIT ആണല്ലോ. അന്വേഷണം കണ്ടില്ല, SIT അതേക്കുറിച്ച് തൊട്ടിട്ടില്ല, അന്വേഷണ പരിധിയിലില്ല. ആരെയാണ് പറ്റിക്കുന്നത്? SITയുടെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ പോയത്. പാർട്ടിക്ക് ആ ബോധ്യമുണ്ടോ? കുടുംബത്തിനൊപ്പമല്ലേ ശ്രീ മലയാളപ്പുഴ മോഹനൻ? പത്തനംതിട്ട ജില്ലാ ഘടകത്തിന് ആ ബോധ്യമുണ്ടോ? SITയുടെ അന്വേഷണം തൃപ്തികരമല്ല എന്ന ബോധ്യമുണ്ടോ? ചോദ്യം ഡയറക്റ്റ് ആണ്. തീർച്ചയായിട്ടും ഇന്നലെ മാധ്യമങ്ങൾ ഇത് കോടതി കേസ് കൊടുത്തതിന് ശേഷം മാധ്യമങ്ങൾ നമ്മുടെ ജില്ലാ സെക്രട്ടറിയെ സമീപിച്ചിരുന്നു. വളരെ വ്യക്തമായി മറുപടി പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം ഈ കേസ് ഇപ്പം ഇന്ന് ബിച്ചു കുര്യൻ ദിവസത്തിന്റെ ബെഞ്ചിൽ ഇന്ന് CBI വരണമെന്നാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്? ഇതിലൊരു വ്യക്തത വരണമല്ലോ. പല കാര്യങ്ങളും ഇപ്പോൾ ഒളിഞ്ഞു കിടക്കുകയാണ്, അതൊക്കെ തെളിയണ്ടേ? അല്ല, അതിനകത്തെ സംബന്ധിച്ചോളം ആ കുടുംബത്തിന് സംതൃപ്തിക്ക് വേണ്ടി സത്യസന്ധത ബോധ്യപ്പെടാൻ കഴിയണം. അതുകൊണ്ട് കൃത്യമായും ആ കുടുംബത്തെ സംബന്ധിച്ചുള്ള അവർക്ക് CBI അന്വേഷണം വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തോടൊപ്പം ഞാൻ നിൽക്കുന്നു. പത്തനംതിട്ടയിലെ പാർട്ടി സംസ്ഥാന തലത്തിലും ആ നിലപാടിലാണോ? SIT അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന നിലപാടിലാണോ? കുടുംബത്തിന് വിശ്വാസമില്ല, കുടുംബത്തിനൊപ്പമാണെങ്കിൽ ആ കുടുംബത്തിന് വിശ്വാസമില്ലാത്ത അന്വേഷണത്തെയും തള്ളി പറയണം. അതെന്റെ അഭിപ്രായം. കുടുംബം ബന്ധപ്പെട്ട് കുടുംബത്തിന് വിശ്വാസമില്ല, അതുകൊണ്ട് കുടുംബത്തിനോടൊപ്പം തന്നെ ഞാനും നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. പാർട്ടിക്ക് അങ്ങനെ അഭിപ്രായമുണ്ടോ ഇല്ലയോ എന്ന് പറയുന്ന ഞാൻ ആധികാരികമായി പറയാൻ ആളല്ല ഞാൻ. താങ്കൾ ആദ്യം മുതലേ ഒരേ നിലപാടെടുത്ത് ഈ കുടുംബത്തിനൊപ്പം നിന്നയാളാണ്. താങ്കളുടെ ആത്മാർത്ഥതയെ ഞാൻ ഒട്ടും തന്നെ സംശയിക്കുന്നുമില്ല. താങ്കൾ ആത്മാർത്ഥമായി തന്നെയാണ് പിന്തുണ പ്രഖ്യാപിച്ചതെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീ മലയാളപ്പുഴ മോഹനൻ, ഈ കത്ത് വ്യാജമായി നിർമ്മിച്ചതാണ് എന്ന പാർട്ടിയുടെ കോന്നി ഏരിയ കമ്മിറ്റി അംഗമായ അങ്ങയുടെ പൊസിഷൻ, അങ്ങ് കോന്നി ഏരിയ കമ്മിറ്റിയുടെ ഭാഗമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ആദ്യമെടുത്ത നിലപാടുകളിൽ പിന്നീട് സംസ്ഥാന തലത്തിലെ നിലപാടിനൊപ്പം എന്ന് പറയുന്നു. എന്നാൽ ഈ വ്യാജ കത്തിനെ കുറിച്ചൊരു അന്വേഷണം വേണം എന്ന ആവശ്യം എന്തുകൊണ്ടാണ് KP ഉദയഭാനു മുന്നോട്ട് വയ്ക്കാത്തത്? ഈ കേസിനെ സംബന്ധിച്ച് പൂർണ്ണമായ അന്വേഷണം നടത്തി കുഴപ്പക്കാരെ നിയമത്തുമ്പിൽ കൊണ്ടുവരണം എന്ന് പറയുന്നതിനകത്ത് എല്ലാം അടങ്ങുന്നുണ്ടല്ലോ. എല്ലാം പക്ഷേ പരിശോധിച്ചില്ലല്ലോ. ശ്രീ മലയാളപ്പുഴ മോഹനൻ, നോക്കൂ, ആ കളക്ടറേറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷമുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നില്ല, അതൊന്നും പിടിച്ചെടുക്കുന്നില്ല. കുടുംബത്തിന്റെ ആരോപണങ്ങൾ, അവർ ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സ്, മുനീശ്വരൻ കോവിൽ, റെയിൽവേ സ്റ്റേഷൻ, കളക്ടറേറ്റ് പരിസരം തുടങ്ങി ഒരിടത്തെയും CCTV ദൃശ്യങ്ങൾ സെക്യൂർ ചെയ്ത് വെക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂരിൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ സമീപിക്കേണ്ടി വന്നു ആ കുടുംബത്തിന്. അത് കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കാത്തതിന്റെ ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തേത് ഈ വ്യാജ കത്ത്, ടി വി പ്രശാന്തന്റെ ഇടപെടലുകൾ, അതേക്കുറിച്ചൊന്നും അന്വേഷണം നടക്കുന്നില്ല. PP ദിവ്യയുടെയും TV പ്രശാന്തന്റെയും CDR അത് ശേഖരിക്കുന്നില്ല. അങ്ങനെ പല വീഴ്ചകൾ, ആദ്യ മണിക്കൂറുകളിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നു. മാത്രമല്ല, കൈക്കൂലിക്കാരനാണ് എന്ന് വരുത്തുന്നതിനായി ഉള്ള നടപടികൾ നടക്കുന്നുമുണ്ട്. കളക്ടറുടെ മൊഴിയൊക്കെ അതിന്റെ ഒരു തെളിവല്ലേ? അത് തന്നെയാണല്ലോ പറഞ്ഞു. സ്വാഭാവികമായും ഈ സംഭവം SIT അന്വേഷണം ഫലപ്രദമായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. SIT അന്വേഷണം ഫലപ്രദമാകുന്നില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നീതി തേടി കോടതിയിൽ പോയത്. അത് കൊല്ലത്തൊന്നും നീതി ലഭിക്കുന്നില്ല എന്ന് തോന്നല കുടുംബത്തിൽ വന്നാൽ അടുത്ത് നീതി തേടി പോകേണ്ടി വരുമല്ലോ. അങ്ങനെ പോയതാണ്. ആ കുടുംബം വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയത്തെ എടുത്തുള്ള പ്രധാനം ഇതുവരെ ചർച്ച ചെയ്യാത്തൊരു വിഷയം കൂടെ വന്നു. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ നവീൻ ബാബുവിൻ്റെ മരണം ഒരു കൊലപാതകമാണോ എന്ന് സംശയിക്കുന്നു എന്ന്
പറഞ്ഞു കഴിഞ്ഞു. കെട്ടിത്തൂക്കി കൊന്നോ എന്നാണ് അവർ ചോദിക്കുന്നത്. മുമ്പ് ഒരിക്കലും പറഞ്ഞതാ. അതെങ്ങനെ ഞാൻ പറഞ്ഞു, വ്യത്യസ്തമല്ലല്ലോ. ഇക്കാര്യത്തെ സംബന്ധിച്ച് ആ കുടുംബത്തിന് നീതി ലഭിക്കണം.